ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാതത്തിലെ ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 28 അധ്യായം 20 വാക്യത്തിൻ്റെ 2 ഭാഗം. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട് എന്ന് അരുളി ചെയ്തു. 2015 മലയാള മനോരമ പത്രത്തിൽ ദൈവം ബസ്സിൽ യാത്രക്കാരനായി റസാക്കിനോടൊപ്പം എന്ന തലക്കെട്ടിൽ വന്ന സംഭവം വായിച്ചത് പലരും ഓർക്കുന്നുണ്ടാകും. ഹരിപ്പാട് സ്വദേശിയായ റസാക്ക് ഗൾഫിൽ ജോലി ചെയ്തു വരികയായിരുന്നു. 2 സഹോദരന്മാരും മാതാപിതാക്കളും അടങ്ങുന്നതാണ് റസാക്കിൻ്റെ കുടുംബം. ഗൾഫിൽ ജോലിയിൽ തുടരുമ്പോൾ റസാക്കിന് ശരീരത്തിൽ വല്ലാത്ത ക്ഷീണം അനുഭവപ്പെട്ടു. വൈദ്യ പരിശോധനയിൽ മനസ്സിലായി അദ്ദേഹത്തിൻ്റെ 2 വൃക്കകളും പ്രവർത്തനക്ഷമമല്ലെന്ന്. നിരാശനായ റസാക്ക് അദ്ദേഹത്തിൻ്റെ തൊഴിലുപേക്ഷിച്ച് നാട്ടിലേക്ക് മടങ്ങി. കേരളത്തിലെ ഒരു പ്രമുഖ ആശുപത്രിയിൽ വീണ്ടും ചികിത്സയ്ക്ക് വിധേയനായി. റസാക്കിൻ്റെ വൃക്ക മാറ്റിവെക്കുവാനായിട്ടുള്ള നിർദ്ദേശമാണ് ഡോക്ടർമാർ നൽകിയത്. വൃക്ക ലഭിക്കുന്നതിന് വേണ്ടി ശ്രമങ്ങൾ ആരംഭിച്ചു. പക്ഷേ വൃക്ക ലഭിച്ചില്ലെന്ന് മാത്രമല്ല, പലരാലും വഞ്ചിക്കപ്പെടുകയും ചെയ്തു. ആരോഗ്യം ക്ഷയിക്കുകയും സാമ്പത്തിക ബാധ്യതകൾ കൂടി വരികയും ചെയ്തത് ആ ചെറുപ്പക്കാരൻ്റെ യാതന വർദ്ധിപ്പിച്ചു. ഒരിക്കൽ ചികിത്സ കഴിഞ്ഞ് റസാക്ക് എറണാകുളത്ത് നിന്നും ഹരിപ്പാട്ടിലേക്ക് ബസ്സിൽ മടങ്ങുകയാണ്. അദ്ദേഹത്തിൻ്റെ സീറ്റിൻ്റെ സമീപത്തായിരുന്ന യാത്രക്കാരനെ റസാക്ക് കാര്യമായി ശ്രദ്ധിച്ചില്ല. ആ സഹയാത്രികൻ സെബാസ്റ്റ്യൻ എന്ന കത്തോലിക്ക പുരോഹിതനായിരുന്നു. അദ്ദേഹം ആലുവയിൽ നിന്നും ധ്യാനം കഴിഞ്ഞ് മടങ്ങിപ്പോവുകയായിരുന്നു. റസാക്കിൻ്റെ ഇരിപ്പും ഭാവവും ആ പുരോഹിതൻ ശ്രദ്ധിച്ചു. ക്ഷീണിതനായി കാണപ്പെട്ട റസാക്കിനോട് ആ വൈദികൻ സംഭാഷണം ആരംഭിച്ചു. എന്നാൽ സംഭാഷണത്തിൽ കാര്യമായ താല്പര്യം റസാക്ക് പ്രദർശിപ്പിച്ചില്ല. ആവശ്യത്തിന് മാത്രം മറുപടി നൽകി സംഭാഷണം അവസാനിപ്പിച്ചു. റസാക്കിൻ്റെ കഥന കേട്ട് അദ്ദേഹം റസാക്കിൻ്റെ സെൽ നമ്പർ വാങ്ങി. ലക്ഷ്യസ്ഥാനത്തെത്തിയപ്പോൾ ഇരുവരും യാത്ര പറഞ്ഞു പിരിഞ്ഞു. 2 ദിവസം കഴിഞ്ഞ് ഫാദർ സെബാസ്റ്റ്യൻ യാത്രയിൽ പരിചയപ്പെട്ട ആ വൃക്കരോഗിയെ സെൽഫോണിൽ വിളിച്ചു. തൻ്റെ വൃക്കകളിൽ ഒന്ന് റസാക്കിന് നൽകാൻ തയ്യാറാണെന്ന് അറിയിച്ച് ഫോൺ വെച്ചു. അച്ഛൻ തൻ്റെ പേരും വിശദവിവരവും ഫോണിലൂടെ റസാക്കിന് വെളിപ്പെടുത്തിയില്ല. റസാക്കിന് ലഭിച്ച അജ്ഞാത ഫോൺ സന്ദേശം ആരുടേത് എന്നറിയുവാൻ റസാക്ക് ആ നമ്പറിൽ തിരിച്ചു വിളിച്ചു. ഫാദർ സെബാസ്റ്റ്യനാണ് ഫോണിൽ തന്നോട് സംസാരിച്ചതെന്നറിഞ്ഞ റസാക്കിൻ്റെ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. ഫാദർ അദ്ദേഹത്തിൻ്റെ വൃക്കകളിൽ ഒന്ന് റസാക്കുമായി പങ്കുവയ്ക്കുവാൻ തയ്യാറായിരിക്കുന്നു. അതിനെക്കുറിച്ച് റസാക്ക് പറയുന്നു, അന്ന് എൻ്റെ കൂടെ സഞ്ചരിച്ചത് ദൈവമാണെന്ന് ഞാൻ അറിഞ്ഞില്ല. റസാക്ക് കൂട്ടിച്ചേർത്തു, ഞാൻ ദൈവത്തിൻ്റെ ശബ്ദം ഫോണിലൂടെ കേട്ടു. നടപടികൾ പൂർത്തിയാക്കി ഫാദർ സെബാസ്റ്റ്യൻ റസാക്കിന് വൃക്ക ദാനം ചെയ്തു. പ്രിയമുള്ളവരെ, സർവ്വവ്യാപിയായ ദൈവം പല ഭാവത്തിൽ പല രൂപത്തിൽ നമ്മോട് കൂടെ സഞ്ചരിക്കുന്നു. ഇമ്മാനുവേലായ ആ ദൈവത്തെ എല്ലായ്പ്പോഴും മനസ്സിലാക്കുവാൻ തക്കവണ്ണം നമ്മുടെ അകക്കണ്ണുകളെ തുറക്കുവാൻ ഈ പ്രഭാതത്തിലെ വചന കേൾവി നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഈ ലോകയാത്രയിൽ അങ്ങയെ പൂർണ്ണമായി കാണുവാൻ തക്കവണ്ണം ഞങ്ങളുടെ കണ്ണുകളെ അവിടുന്ന് പ്രകാശിപ്പിക്കണമേ. ഓരോ നിമിഷവും കർത്താവെ, അവിടുന്ന് ഞങ്ങളുടെ കൂടെ സഞ്ചരിക്കുന്ന ദൈവമാണെന്ന് ഇന്നത്തെ പ്രഭാതത്തിലെ സംഭവ കഥയിലൂടെ ഞങ്ങളെ കേൾപ്പിച്ചതിനായി നന്ദിയോടെ സ്തോത്രം. കർത്താവിൻ്റെ സാന്നിധ്യം എല്ലായ്പ്പോഴും മനസ്സിലാക്കിക്കൊണ്ട് കർത്താവെ, അങ്ങ് ഞങ്ങളെ കാണുന്നു, അങ്ങ് ഞങ്ങളെ കേൾക്കുന്നു എന്ന വലിയ ബോധ്യത്തോടുകൂടെ ജീവിപ്പാൻ തക്കവണ്ണം അവിടുന്ന് സഹായിക്കണമേ. പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ.